ഹായ് ഗായ്സ്, വെൽക്കം ടു FM ധമാക്ക. എൻ്റെ പേര് ബിലാൽ. സോ ഞാനൊരു FM-ൻ്റെ ഒരു ഫാക്കൽറ്റിയാണ്. ദെൻ നമ്മൾ ഈ ഒരു വീഡിയോ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ എന്തിനാണെന്ന് അറിയോ? ഒരു 60 മാർക്ക് വാങ്ങുമെന്നാണ് നമ്മൾ ഈ ഒരു ക്യാപ്ഷൻ ഇട്ടത് അല്ലേ? FM-ന് 60 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം? മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം, സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 60 മാർക്ക് കിട്ടും. ദെൻ അതിന് മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട്. FM എന്നൊരു സംഭവം, നിങ്ങൾ FM എന്നല്ല ഏതൊരു പേപ്പർ ആണെങ്കിൽ പോലും എന്താക്കരുത്, അവർ തരുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, സ്റ്റഡി മെറ്റീരിയൽ, അത് ഫുള്ളായിട്ട് പഠിച്ച് ഒരിക്കലും എക്സാമിന് പോകരുത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് ആകാം ഒരു 9 ലോട്ടാണ് നിങ്ങൾക്ക് ചോദിക്കുക. അതിൽ 7 ലോട്ടിൽ 5 ലോട്ട് മാത്രം എന്ത് മതി, നിങ്ങൾക്ക് എഴുതിയാൽ മതി അല്ലേ? 7 ലോട്ടിൽ വെറും 5 ലോട്ട് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് 7 ലോട്ട് എന്ന് നമുക്ക് നോക്കാം. FM-ന്റെ കേസ് എടുക്കണമെങ്കിൽ ഏതൊക്കെയാണ് 7 ലോട്ടാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? ഫസ്റ്റ് വൺ, ദെൻ ഈ ഒരു ലോട്ട്, രണ്ടാമത്തെ ലോട്ട്, ഇതെന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം, ഇത് ആവശ്യമില്ല. ഓക്കെ. ദെൻ മൂന്നാമത് ചോദിക്കുന്ന ഈ ഒരു ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ ആൻഡ് റേഷ്യോ അനാലിസിസ്, ഈ ഒരു ലോട്ട്. ദെൻ അടുത്തത് കമ്പാരിറ്റീവ് ആൻഡ് കോമൺ സൈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചോദിക്കുന്ന അടുത്ത ലോട്ട്. പിന്നെ ഏതാ? ക്യാപിറ്റൽ ബജറ്റിംഗ് വേണ്ട. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കാം. ഓക്കെ. പിന്നെ ലിവറേജിൻ്റെത് എടുക്കണം. പിന്നെ BD-ൻ്റെ ഒരു ലാസ്റ്റ് ഒരു തിയറി വരുന്ന ചെറിയൊരു തിയറീൻ്റെ വരുന്ന ചെറിയൊരു ഏരിയ ആണ്. ഒരു 14 മാർക്ക് കിട്ടുന്ന ചെറിയൊരു ഏരിയ ആണ് എന്ത്? BD തിയറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊക്കെയാണ് ലോട്ട് ബേസ്, ലോട്ടിൽ ഏതൊക്കെയാണ് ചോദിക്കുന്നത്, ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അധികം റിപ്പീറ്റ് ചോദിക്കുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ? ഫസ്റ്റ് നമ്മൾ എടുത്ത് ഏതാണ്? ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ ആൻഡ് ഫിനാൻഷ്യൽ സ്കോർ. ഇതിൽ ക്യാഷ് ഫ്ലോ ആണ് അധികം ചോദിക്കാൻ ചാൻസ്. ഓക്കെ. ക്യാഷ് ഫ്ലോ ഒരു കാര്യമുണ്ട്, ക്യാഷ് ഫ്ലോ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, കമ്പനി അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ കുറച്ച് ഇതായിട്ട് വരുന്നത്, ക്യാഷ് ഫ്ലോ അറിയുന്ന ഒരു ചങ്ങായിക്ക്, ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് ഫ്ലോ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ദെൻ ഫണ്ട് ഫ്ലോ എന്താണെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. ദെൻ അതിൻ്റെ കൂടെ റേഷ്യോ അനലൈസിസ്. സോ ഈസി ഏരിയ റേഷ്യോ. കുറച്ചൊക്കെ റേഷ്യോ ഒക്കെ ബൈഹാർട്ട് ആക്കിയിട്ടൊക്കെ പോകുന്നുണ്ടാവും. ബൈഹാർട്ട് ആക്കിയിട്ടൊന്നും ഒരു ഇക്വേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാൻ പാടില്ല. കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സെറ്റായി തരും. ഓക്കെ. ഇതിനടുത്ത് ഏതാണ്? കമ്പാരിറ്റീവ് കോമൺ സൈസ് ആൻഡ് അൾട്ടിമേറ്റ് സ്കോർ വയ്ക്കുന്ന ഈ ഒരു ഏരിയ. ദെൻ ഏത്? കമ്പാരിറ്റീവ് ദെൻ കോമൺ സൈസ് ആൻഡ് അൾട്ടിമേറ്റ് സ്കോർ വയ്ക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ 7 മാർക്ക്. ദെൻ എനിക്ക് തോന്നുന്നത് ഇൻ്റർമീഡിയറ്റിൽ ഒരു 7 മാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സുഖമായിട്ട് നിങ്ങളിത് വാങ്ങിക്കോ എന്ന് പറഞ്ഞു തരുന്ന, അറ്റ്ലീസ്റ്റ് ഒരു 10th പഠിക്കുന്ന കുട്ടിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ഞാൻ പറയുന്നത്, അറിയുന്നവർക്ക് ആർക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, ആ ലോട്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കില്ല. ഒരു 7 മാർക്ക് അവർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. ഓക്കെ. അടുത്തതാണ് ഇത് ക്യാപിറ്റൽ ബജറ്റിംഗ് എടുത്തില്ല. ഓക്കെ. വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമായിട്ട് ഒരു 14 മാർക്ക് ചോദിക്കും. എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്? സോ ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് എസ്റ്റിമേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? രണ്ടെന്താണ്? റിസീവബിൾ മാനേജ്മെൻറ്റ്. ദെൻ 3 ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ദെൻ 4 എന്താണ്? ക്യാഷ് മാനേജ്മെൻറ്റ്. ഈ 4ഉം കൂടി ചോദിക്കുന്ന, ഇതിലധികം ചോദിക്കാൻ ചാൻസ് ഉള്ളത് എസ്റ്റിമേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ 99.9% എന്ത് ചെയ്യും? ചോദിക്കാൻ ചാൻസ് ഉള്ള. അതോടൊപ്പം റിസീവബിൾ മാനേജ്മെൻ്റ് ആണ് എന്ത് ചെയ്യുക? ഇവർ ചോദിക്കുക. ഇവരുടെ ട്രെൻഡ് അനുസരിച്ച് കഴിഞ്ഞ അറ്റംപ്റ്റ് ഇവർക്ക് റിസീവബിൾ മാനേജർ ചോദിച്ചത് കൊണ്ട് ഈ ഒരു അറ്റംപ്റ്റ് ഇൻവെൻട്രിയോ ഓർ ക്യാഷോ ആണ് ചോദിക്കുക. ഓക്കെ. ദെൻ ലാസ്റ്റ് അടുത്തത് FM-ൽ തന്നെ ഏറ്റവും സുഖമായിട്ടുള്ളൊരു ലോട്ട് വൈസ് നോക്കുന്ന ഏറ്റവും സുഖമായിട്ടുള്ളൊരു ലോട്ടാണ് എന്ത്? ലിവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഡൻറ്റ്. ഏത്? ലോട്ട് നമ്പർ 7, ലിവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഡൻറ്റ് പോളിസി. സുഖമാണ്. ആ കുറച്ചൊരു 5 കാര്യങ്ങളേ ഉള്ളൂ ആ ഒരു ലോട്ട് ചോദിക്കാൻ, പഠിക്കാൻ. 5 കാര്യങ്ങൾ സെറ്റാണോ, ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ലോട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പാക്കാൻ പാടില്ല. ഓക്കെ. ദെൻ പിന്നെ അടുത്തതാണ് എന്ത്? BD-യുടെ തിയറി. സോ ഇൻ്റർമീഡിയറ്റിൽ ഏറ്റവും ചെറിയ തിയറി, കുറച്ച് കണ്ടന്റ് ആവുള്ളൂ, സുഖമായിട്ട് നമുക്ക് എന്ത് പറ്റും? ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലുള്ള വേർഡാണ് അതിലുള്ളത്. ആ ഒരു തിയറി പഠിക്കുക. ദെൻ ഒരു ലോട്ട് മൊത്തത്തിൽ എന്താണ്? BD തിയറിയാണ്. ഓക്കെ. ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് പഠിക്കേണ്ടത് ഈ ഒരു ലോട്ട്, ക്യാഷ് ഫ്ലോ, റേഷ്യോ. രണ്ടാമത്തേതാണ് കമ്പാരിറ്റീവിൻ്റെ ഒപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ മൂന്നാമത്തത് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ നാലാമത്തത് ലിവറേജ്. ദെൻ ലാസ്റ്റ് BD-ൻ്റെ ഒരു തിയറി. ഈ ഒരു 5 ലോട്ട് എന്ത് ചെയ്യാൻ മതി? അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ സോ 60+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതോടൊപ്പം എന്ത് ചെയ്യണം? ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന CMA-ൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, MCQ ബാങ്ക് ഉണ്ട്. ആ MCQ ബാങ്ക് എന്ത് ചെയ്യണം? അടിപൊളിയാക്കണം. സോ ഒരു 200 സംതിങ് വരുന്ന ഒരു കുറച്ചുള്ളൊരു MCQ ആണ്. അതെന്ത് ചെയ്യുമെന്ന് നോക്കുക. ഒരു 10 MCQ കിട്ടിയാൽ മതി. ഒരു 20 മാർക്ക് MCQ-ലും പിന്നെ ബാക്കിയുള്ളത് ഒരു എഴുതിയിട്ട് എന്ത് ചെയ്യാൻ മതി? ഒരു 40+ കിട്ടുന്നെങ്കിൽ സുഖമായിട്ട് എന്ത് പറ്റും?
എക്സംഷൻ എന്ന സംഭവം എഫ് എമ്മിൽ ഒരു എക്സംഷൻ എന്ന സംഭവം എന്ത് പറ്റും നിങ്ങൾക്ക് ഇവിടെ സാധിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ നമ്മളൊരു 5 ലോട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു. ഏതൊക്കെ പഠിക്കണം, 7 ലോട്ടിൽ 5 ലോട്ട് നന്നായിട്ട് നമ്മൾ പറഞ്ഞല്ലേ. ദെൻ ഇനി നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ CMAയുടെ വരുന്ന ഒന്ന് CMAയുടെ മെറ്റീരിയൽ, ഫസ്റ്റ് വൺ CMAയുടെ മെറ്റീരിയൽ, രണ്ടാമത് നിങ്ങളെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു സ്കാനർ, ദെൻ ലാസ്റ്റ് വൺ ഇവർ മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതാണ് CA ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. CAയുടെ മെറ്റീരിയൽ നോക്കുക. ഓക്കെ, ഈ 3 ഏരിയ, ഒന്ന് CMA, രണ്ടാമത് സ്കാനർ, ദെൻ മൂന്നാമത് CA. ഈ ഒരു 3 ഏരിയ അടിപൊളിയായി നോക്കിയാൽ ഞാൻ പറയുന്നു അതിൻ്റെ അപ്പുറം എന്തില്ല ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇത് നോക്കിയിട്ട് പോയാൽ മതി എക്സാമിന്. ദെൻ ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഒരു നല്ലൊരു മാർക്ക്, ഒരു എക്സംഷൻ തന്നെ ഉറപ്പിച്ചോ നിങ്ങൾക്ക് കിട്ടും, എന്നെ വിശ്വസിക്കാം. ഓക്കെ, ദെൻ അതോടൊപ്പം നിങ്ങൾക്കിപ്പോൾ ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് FM ഒരു പിടുത്തമില്ല. ഇപ്പോൾ സാറ് പറഞ്ഞു എന്ത് ഈ ഒരു 5 ലോട്ട് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് FM എന്നൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ സംഭവമാണ് എന്ത് FM ധമാക്ക സീരീസ്. ഓക്കെ, അതിനുള്ള എല്ലാ സംഭവങ്ങളും ഓരോരോ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ചാനൽ ഇതാക്കിയിട്ട് ഓരോ പാർട്ട് വൈസ് എന്ത് ചെയ്യുക കാണുക. ദെൻ അതോടൊപ്പം ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം, ഷെയറും ചെയ്യാം. ഓക്കെ.